ഹായ് എവരിവൺ, ഇന്ന് ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ലോങ് ആയിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയാൻ മേല, ബട്ട് സ്റ്റിൽ ലോങ് വീഡിയോ ആയിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് എടുക്കുന്നത്. സോ ഒരു നൈറ്റ് മിനി വ്ളോഗ് പോലെ ആയിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പം മുടി കെട്ടിക്കൊണ്ടിരിക്കുക. മുടി കെട്ടുന്നത് വ്ളോഗ് എടുക്കുന്നത് കൊണ്ടല്ല, എനിക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ പോകേണ്ട ആവശ്യമുണ്ട്. സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മെയിനായിട്ട് വാങ്ങാനുള്ള ഒരേ ഒരു സാധനം സോപ്പാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടൊന്നുമില്ല. ഉച്ചയ്ക്ക് നന്നായിട്ട് മഴ പെയ്തെന്നാണ് പറഞ്ഞത്. ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് എങ്ങനെ റോഡൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. മുടിയൊക്കെ കെട്ടി ഇവിടുന്ന് തൊട്ടടുത്ത മീൻസ് ഒരു 4 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്തെ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല. സോ മോയ്സ്ചറൈസറിന് വേണ്ടി പരതുക കിട്ടി. അങ്ങനെ മോയ്സ്ചറൈസറും ഇട്ട് കൈക്കും മുഖത്ത് ഞാനങ്ങനെ നൈറ്റിൽ അങ്ങനെ മോയ്സ്ചറൈസറൊന്നും ഇതുവരെ തേക്കാറില്ല. സോ ഞാനിപ്പോൾ കൈക്കും കാലിനും നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടിട്ടുണ്ട്. കാരണം അതൊന്നും അത്യാവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല സ്പീഡാക്കിയിട്ടാണ് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. ഞാൻ ഓൾറെഡി കേരള പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയും ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കഴിച്ചിട്ട് നമ്മൾക്ക് പുറത്ത് പോകാം. പുറത്ത് പോയിട്ട് സോപ്പും അതുപോലെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അങ്ങനെ പൊറോട്ട എടുത്തു, ചിക്കൻ കറിയും എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൊമാറ്റോയിൽ ഓർഡർ ചെയ്തതാണ്. ഏത് റെസ്റ്റോറൻ്റാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ട് ഒന്ന് കഴിച്ചു. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വീഡിയോ എടുക്കുമെന്ന് അറിയത്തില്ല, ബട്ട് എടുത്തു. വീഡിയോ എടുക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, ബട്ട് എടുത്തു. ഞാൻ അവിടെ നിന്ന് സോപ്പ് എടുത്തു, ഡിറ്റർജൻറ്റ് ലിക്വിഡും എടുത്തു. അത് കഴിഞ്ഞ് ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമും വേണം. ഐസ്ക്രീമും വാങ്ങി റൂമിലേക്ക് വന്നു. അത്യാവശ്യം ഞാൻ എന്ത് ഫുഡ് വാങ്ങിച്ചാലും അതിപ്പോൾ ചെറിയതായാലും വലുതായാലും ഞാൻ ഇപ്പം മോസ്റ്റ്ലി ഞാൻ ഇവിടെ റൂമിലിരുന്നാണ് കഴിക്കാറ്. താഴേന്ന് കഴിക്കാറില്ല. ബിക്കോസ് താഴെ എന്തോ എനിക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് താഴേന്ന് അങ്ങനെ കഴിക്കാറില്ല. താഴേൽ TV ഒക്കെ ഉണ്ട്. ഇവിടെ റൂമിലും TV ഉണ്ട്. ബട്ട് താഴെയുള്ളതിൽ യൂസ് ചെയ്യുമ്പോൾ അത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എല്ലാവർക്കും ഓരോരോ പ്രിഫറൻസ് ആയിരിക്കത്തില്ലേ. സോ അതുകൊണ്ട് അങ്ങനെ അവിടെ പോയിട്ട് കഴിക്കാറില്ല. ഇവിടുന്ന് റൂമിൽ നിന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് പ്ലേറ്റ് വല്ലതും വാഷ് ചെയ്യാനുണ്ടെങ്കിലും മാത്രം താഴെ പോയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് വാഷ് ചെയ്യാൻ മാത്രമേ പോകാറുള്ളൂ. അപ്പം അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ഐസ്ക്രീം കഴിക്കുമ്പോൾ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. വേറെ ഇതിൻ്റെ നടുക്ക് ആലോചിച്ചത് മേലെ ഡ്രസ്സ് ആറിയിട്ടിട്ടുണ്ട് ടെറസിൽ. ഇന്ന് കാലത്ത് ആറിയിട്ടത്. അപ്പോൾ അതൊക്കെ അതിന് ഇപ്പം എന്തായാലും പോയി എടുക്കാൻ പറ്റത്തില്ല. ഓൾറെഡി മഴ പെയ്തിട്ടുണ്ട്. സോ മഴയത്ത് നനഞ്ഞിട്ടായിരിക്കും അതുണ്ടാകുക. ഇനിയിപ്പം നാളെ പോയി അത്യാവശ്യം നല്ലോണം നനഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒന്നുകൂടെ വാഷ് ചെയ്ത് കംഫർട്ട് ഇട്ട് വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ അവിടെ തന്നെ വിരിച്ചിടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ നടുക്ക് വേറെ കാര്യം ഓർത്തു. ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ട്. അപ്പോൾ അതിനി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. ചിക്കൻ കറി ആയതുകൊണ്ട് കളയാൻ മനസ്സ് വരുന്നില്ല. സോ അത് ഫ്രിഡ്ജിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചു. പിന്നെ ഈ ഐസ്ക്രീം തിന്നുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ, അയ്യോ, അത്രയും റിലാക്സേഷൻ കിട്ടും. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട്
എനിക്ക് അത്യാവശ്യം നല്ലോണം റിലാക്സേഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐസ്ക്രീം വാങ്ങിച്ചതും. ഐസ്ക്രീം തീരുമ്പോൾ സങ്കടമുണ്ട്. മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ ചിക്കൻ കറിയും വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.